പറയാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായിട്ടൊരു ക്ഷമയോടുകൂടി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. 4 മാസം ഉള്ളതെങ്കിലും എനിക്കറിയാം ഞാനിവിടെ വചനവായനയ്ക്ക് ശേഷം പ്രസംഗം പറയുന്നതൊക്കെ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു. ഞാൻ അച്ഛനോട് ഓപ്പണായിട്ട്, അതായത് തുറന്നു പറഞ്ഞിരുന്നു, അച്ഛൻ എനിക്ക് ഒന്നാമതെ അവിടെ കയറി മൈക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഒരു പേടിയാണ്. നമ്മൾ സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല, ചെറിയൊരു നാടകമാണെങ്കിലോ അല്ലെങ്കിൽ ഡയലോഗൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ വചനം അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ദൈവവചനത്തിൻ്റെ എല്ലാ അർത്ഥങ്ങളിലും ആഴങ്ങളിലും പറയണമെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം എനിക്ക് എൻ്റെ അധികാരികൾ, എൻ്റെ അച്ഛന്മാരെ എനിക്ക് പകർന്നു തന്നുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഒരു ചങ്കിൻ്റെ ഒരു ഇടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തരാൻ പറ്റുമില്ല എന്ന് എനിക്കറിയത്തില്ല. തരാൻ പറ്റിയില്ലെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. പിന്നെ 4 മാസത്തിനിടയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർപ്പിക്കപ്പെട്ട കുർബാനകളിൽ ഞാൻ കൊച്ചു ജപമാനകളിലൊക്കെ നിങ്ങൾ ഓർത്തു എന്നുള്ളതാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ പോയ എല്ലാ ഇടവകളിലും ഓർത്തിട്ടുണ്ട്. അത് ഓർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ കഴിവല്ല, ഞാൻ ചെയ്യേണ്ട ഒരു കടമയാണ്. ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഏറ്റവും കൂടെ കടപ്പാടോടും നന്ദിയോടും കൂടി ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സങ്കടത്തിൻ്റെ വേളയിൽ അല്ലെങ്കിൽ ആ ഒരു സർജറിയുടെ സമയത്തൊക്കെ ഇവിടെ കൂപ്പിയ കഥകൾ പ്രത്യേകമായിട്ട് വികാരിച്ചാണെങ്കിൽ എല്ലാ ദിവസവും എങ്കിലും അറ്റ്ലീസ്റ്റ് 2 ദിവസം കൂടുമ്പോഴെങ്കിലും വിളിക്കുമായിരുന്നില്ല. 2 ദിവസം രാത്രിയിൽ വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട്, നാട്ടിലൊക്കെ എപ്പോഴെങ്ങനെയുണ്ട്, വേറെ കുഴപ്പമുണ്ടോ, സുഖമാണോ. അപ്പം ഞാൻ വികാരിച്ചിനെ അച്ഛ എന്നാണ് വിളിക്കുന്നതെങ്കിലും തുറന്നു പറയുകയാണെങ്കിൽ ആ അച്ഛ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പ എന്ന് തന്നെയാണ്. കാരണം ഞാൻ ശനിയാഴ്ച വൈകുന്നേരം യൂത്തൊക്കെ, അതായത് നമ്മുടെ യുവജനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർ പോകുന്നൊരു സമയത്ത് ഏകദേശം ഒരു 11:30 ആവും. അതിന് നമുക്കറിയാം താമസിച്ചു പോയി കഴിഞ്ഞാലും പിന്നീട് ഞങ്ങൾ ഇത് കുറച്ച് നേരം സംസാരിക്കും ഞാൻ അച്ഛനും. അപ്പോൾ എന്ത് വേദന വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഏതൊരു പ്രതിസന്ധികളോട് കടന്നു പോയാലും അച്ഛനോടാക്കാൻ തുറന്നു പറയും. അപ്പം അച്ഛൻ ചെയ്തൊരു കാര്യമുണ്ട്. അച്ഛൻ 2 കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് എന്നെ പറയും, ബ്രദർജി കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, ദൈവത്തിന് വിട്ടു കൊടുത്താൽ മതി, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊരു കാര്യം പറയും. കാരണം പ്രത്യേകമായിട്ട് അമ്മയുടെ അമ്മയുടെ ആ ഒരു രോഗപൂരം അറിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും വിഷമമായിപ്പോയി. കാരണം അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയൊരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ചെറിയ വേദനയുടെ സമയത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി വന്ന് നമ്മുടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ്, അതായിരുന്നു എനിക്ക് അച്ഛനപ്പോൾ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വികാരിയച്ച ഞാനിപ്പോഴും തുറന്നു പറയുന്നു, അച്ചാന എന്നുള്ളൊരു വാക്ക് വികാരിയച്ച എന്ന് വിളിക്കുന്നെങ്കിലും ആ വാക്കിൻ്റെ അർത്ഥം അപ്പ എന്ന് തന്നെയാണ്. അതിപ്പോഴും എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഞാനിവിടെ വന്നപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ 3 അമ്മമാർ, പിന്നെ പുതിയതായിട്ട് വന്ന അൽഫോൻസ് സിസ്റ്റർ, മൊത്തം പിന്നെ റോസൻ സിസ്റ്റർ, 5 പേരെയാണ്. സിസ്റ്ററേയും അൽഫോൻസ് സിസ്റ്ററേയും ഒക്കെ ഞാൻ സിസ്റ്റർ തന്നെ വിളിച്ചു. ചേച്ചിയുടെ ആ ഒരു സ്നേഹത്തോടുകൂടി ഞാൻ സിസ്റ്റേഴ്സിനെ തന്നെ വിളിച്ചത്. ബാക്കിയുള്ള 3 പേരെ അമ്മമാരെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. മദറിൻ്റെ പിന്നെ ആ ഒരു പൊസിഷൻ കിട്ടിയുണ്ട്, പിന്നെ ആ ഒരു സ്ഥാനം കിട്ടിയതുകൊണ്ട് മദറിനെ അങ്ങനെ എടുത്ത് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അമ്മമാരെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്കിവിടെ എൻ്റെ അപ്പനും അമ്മയുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും അവിടെ കാണിക്കുന്ന കരുതലിനും സ്നേഹത്തിനും ഒക്കെ. അപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു പോകുമ്പോഴത്തേക്കും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് പോലും അതെല്ലാം ഒരു ഉപരിതലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വീണ്ടും കണ്ടുമുട്ടാണ്, എവിടെയെങ്കിലുമൊക്കെ കണ്ടുമുട്ടേണ്ടവരാണ് നമ്മളൊക്കെ. പിന്നീടുള്ളത് മതാധ്യാപകരാണ്. മതാധ്യാപകർ ഞാൻ വന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമൊക്കെ എനിക്ക് യുവജനങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് ക്യാമ്പസ് എങ്ങനെ പോയി കണ്ടുമുട്ടുന്നതൊക്കെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാധാരണ മറ്റുള്ള ദിവസമൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് കണ്ടു കിട്ടാറില്ല. ഇടയ്ക്കൊക്കെ ഇപ്പോഴാണെങ്കിലും ഷീപ്പ് വന്ന പിള്ളേരാണെങ്കിൽ ഇടയ്ക്കൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനൊക്കെ ഓർക്കുമ്പോഴാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് സർവൻ സാർ തൊട്ട് ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ ഓർക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ നൽകിയ സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദി, ഒരുപാട് കടപ്പാട് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളെയും ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ഓർക്കുന്നുണ്ട്. പിന്നീടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളാണ്. ശനിയാഴ്ചകളിലെ ഉള്ള ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആ ഒരു 3-4 മണിക്കൂറിലെ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതത്തിലേക്ക് ഒരു നൂറ്റാണ്ടിലേക്കൊരു അത്രത്തോളം നീളുന്നൊരു സ്നേഹബന്ധങ്ങളായിരിക്കും ഇപ്പോൾ ആ സമയങ്ങളൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട യുവജനങ്ങൾ
എല്ലാവരെയും പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ അല്ലാതെ എല്ലാവരും തന്നെ പഠിപ്പിച്ചു. ഒരു 3-10 വരെയുള്ള ക്ലാസ്സുകളിൽ ഇപ്പം എനിക്ക് ആ ഒരു ഞാൻ ആയിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സുകളിൽ കുറച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ എൻ്റെ ജസ്റ്റ് വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ഒരു 4 മാസത്തിനിടയ്ക്ക് വലിയ പരിശീലനമില്ലാത്ത എങ്കിൽ പോലും ഇന്ന് വന്നാണെങ്കിലും ഒരു ചോദിച്ചു, ഒരു കൂട്ടുകാരെ ചോദിച്ചു, ബ്രദറെ ഇന്ന് പോവാണോ എന്ന് ചോദിച്ചു. ലാസ്റ്റ് ദിവസം ചോദിച്ചു. അപ്പം ഇങ്ങനെ അടുത്ത് വന്ന് സ്നേഹത്തോടുകൂടെ ഒരു ചേട്ടനെ പോലെ കണ്ടുകൊണ്ട് പിന്നെ നിങ്ങളെ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിനും കരുതലും ഒക്കെ ഒത്തിരി നന്ദി. പിന്നീടുള്ളത് ഇവിടെ ഈ ഒരു ഇടവക ജനത്തോടാണ് നന്ദി പറയുന്നത്. കാരണം പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സഹോദരങ്ങളെല്ലാം. അപ്പം ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ആ ഒരു സാഹചര്യത്തിലൂടെ ആ ഒരു സഹചര്യങ്ങളുടെ സമയത്തിലൂടെ കടന്നു പോയപ്പോഴത്തേക്കും ഞാൻ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടലിൽ എനിക്ക് കൂട്ടായി നിന്നത് നിങ്ങളുടെ കൂട്ടിയ കാര്യങ്ങളാണ്. ഒത്തിരി നന്ദി, സന്തോഷമുണ്ട്. ഈ ഒരു വർഷം എന്ന് പറയുന്നില്ല, ഒരു 4 മാസ കാലത്തോളം ഇവിടെ വരാനും ശുശ്രൂഷ ചെയ്യാനും എല്ലാവരെയും കാണാനും സ്നേഹിക്കാനും സാധിച്ചത്. പിന്നീട് രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ദൈവവിളിയെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി കഴിഞ്ഞ വെക്കേഷന് ഞാൻ ചെന്നപ്പോഴത്തേക്കും ചേച്ചിയോട് ചോദിച്ചു, നീ എന്തിനാണ് അച്ചമ്പട്ടത്തിന് പോയെന്ന് ചോദിച്ചു. സാധാരണ ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ ആരും വലിയത്. ഇപ്പോഴാണ് കൂട്ടുകാർ ചോദിക്കുന്നത്, എനിക്ക് നിർത്തി പോകുന്നൂടെ, നീ എന്തിനാ അച്ചമ്പട്ടത്തിന് പോയെന്ന്. എനിക്ക് എൻ്റെ ഉള്ളിൽ കിട്ടിയൊരു ബോധ്യമാണ്. അതായത് സിസ്റ്റർ ആകാൻ വേണ്ടിയിട്ടാണെങ്കിലും അച്ഛനാകാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു ദൈവജനം ഇവരെ കാത്തു നിൽപ്പുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കാത്തു നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ദിവസം പോലെ അത് കടന്നു പോകും. നിങ്ങൾ ഒരു ജീവിതം സാധാരണ പോലെ കടന്നു പോകും. പക്ഷേ നിങ്ങൾ ആ ദൈവവിളിയോട് ഒന്ന് ജസ്റ്റ് ഒരു യെസ് പറഞ്ഞ് നിങ്ങളൊന്ന് മുമ്പോട്ട്, അതായത് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. നിങ്ങൾ മുമ്പിൽ വേണ്ടി ഇറങ്ങും. അത് നിങ്ങൾക്കിപ്പോൾ എക്സാം എഴുതാനാണെങ്കിലും നിങ്ങൾ എത്ര പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും, വീട്ടിലത്തെ പ്രശ്നങ്ങളുണ്ടായാലും, നിങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതെല്ലാം ദൈവം മികച്ച് ഒരു പരിഹാരം കണ്ടു. പിന്നീട് എനിക്ക് തോന്നിയൊരു ബോധ്യമുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരുണ്ട്, പ്രത്യേകിച്ച് മാതാപിതാക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരോടൊക്കെ സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് അവരെയൊക്കെ സൃഷ്ടിച്ച് നമുക്ക് അനുഗ്രഹമായിട്ട് തന്ന ആ ദൈവത്തെ നമുക്ക് സ്നേഹിച്ചുകൂടും, അല്ലെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി തിരിച്ചുകൂടും. എനിക്കും ഈ ദൈവത്തെക്കുറിച്ച് വലിയ അറിവും പരിപാടിയൊന്നും ഇല്ലായിരുന്നു, വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ഞാൻ അപ്പം ചോദിച്ചൊരു കാര്യം, അതായത് അച്ഛൻ ചോദിച്ചു, എങ്ങനെയാണ് കൊച്ചിനെ വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇവിടെ പോലെ +2 കഴിഞ്ഞിട്ട് പോയാൽ പോലെ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, സാധാരണ +2 കഴിഞ്ഞ് ദൈവത്തിലേക്ക് പോകുന്നതാണ്, നിങ്ങൾ വിടുവാണെങ്കിൽ നമുക്ക് 10 കഴിഞ്ഞ് വിടുവാണെങ്കിലും ഒന്ന് നോക്കട്ടെ, പരിശോധിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു ഒരു കുറച്ച് തീരുമാനത്തോട് പറഞ്ഞു. എനിക്ക് ബോധ്യമൊന്നും കാര്യം കുറച്ച് തീരുമാനത്തോട് പറഞ്ഞു, ഞാൻ പോവാണ്, അച്ഛനെ വേണ്ടി പോവാണ്. എൻ്റെ കൂട്ടുകാർക്കൊരു പ്രതീക്ഷയിലായിരുന്നു, എൻ്റെ ടീച്ചേഴ്സിനൊരു പ്രതീക്ഷയിലായിരുന്നു, എൻ്റെ വികാരീസിന് പോയൊരു പ്രതീക്ഷയിലായിരുന്നു. ഞാൻ എൻ്റെ സ്വന്തം ഇടവകയിൽ വികാരീസിന് പോയി. എന്നിട്ട് പോലും ഞാനിവിടെ ഇന്ന് ഈ ഉടുപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഒരു ദൈവജനം ഇതുപോലെ ഈ ഉടുപ്പിൻ്റെ ഉള്ളിൽ ഈ ഉടുപ്പോടുകൂടെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വൈദികനെ പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു സിസ്റ്ററിനെ പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്, പ്രതീക്ഷിച്ച് കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സിസ്റ്റർ റാണിമരിയ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയൊക്കെ ഈശോയ്ക്ക് വേണ്ടി അത്രയേറെ വേദന സഹിച്ച് പിടിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, സിസ്റ്റർ ആവാനാണെങ്കിലോ അല്ലെങ്കിൽ അച്ഛനാവാനാണെങ്കിലോ സന്യസ്തരാവാനാണെങ്കിലോ ഒക്കെ, ഒരിക്കലും അത് നിങ്ങൾ അപ്പാടെ കാര്യമില്ല. അത് ശ്രമിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചെയ്യുന്ന ഒരു ട്രൈ കൊണ്ടായിരിക്കും ചിലപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അറിയത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടെ സ്നേഹത്തോടു കൂടെ ഒത്തിരി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ മാർച്ച് പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച ഞാൻ ഡീൻ പട്ടം സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു, സംസ്ഥാന പട്ടം. കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റോബിൻസുണ്ടാവും, നിങ്ങൾ ഒരേ ബാച്ചാണ്. അപ്പം നിങ്ങൾ 2 പേരും, നിങ്ങളുടെ ബാച്ചിൽ 19 പേരുണ്ട്. അപ്പം നിങ്ങൾ 19 പേരും ഡീൻ പട്ടം സ്വീകരിക്കാൻ വേണ്ടി പോകണം. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ വേണം. നിങ്ങൾക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് പൗരത്വം ജീവിക്കാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് കുർബാനയെ പോലും അവഗണിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണ് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അവിടെയൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി. ഈ സംഘടനയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തെ ഓർക്കുമ്പോൾ നിങ്ങളെ ഒന്ന് ഓർത്താൽ മാത്രം മതി.
അതാണ് വലിയ പ്രാർത്ഥന.